പത്തനംതിട്ട കടമനിട്ട സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു. കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നത്. 2 വർഷമായി ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല. കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 80 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ നിലം പൊത്തിയത്. തകർന്ന കെട്ടിടത്തിൽ 2 വർഷമായി ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല. ഉപയോഗശൂന്യമായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. ഇത് നമ്മൾ ആദ്യം നവകേരള സദസ്സിലെ ഒരു പരാതി നമ്മുടെ ഇവിടുന്ന് നാട്ടുകാർ കൊടുത്തായിരുന്നു. ഇത് പൊളിച്ചു മാറ്റിയിട്ട് ഇതൊരു ഗ്രൗണ്ട് ആക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്തും വികസന സമിതിയും PTA എല്ലാം കൂടി ഇതിനുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയായിരുന്നു. സ്കൂൾ കെട്ടിടം തകർന്നു വീണത് രാത്രിയിലായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് തകർന്നു വീണ കെട്ടിടത്തിന് സമീപമാണുള്ളത്. ഈ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് കുട്ടികൾ കളിക്കുന്ന സമയം വിശ്രമിക്കുന്നത്. ഈ അപകടം മനസ്സിലാക്കിയാണ് കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് സ്കൂൾ അധികൃതരും പഞ്ചായത്തും ആവശ്യപ്പെട്ടത്. മീഡിയ 1 പത്തനംതിട്ട.